ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ള നേരത്തെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ്. അതായത് ഞാൻ അടുത്തായിട്ട് ജാവ എടുക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഈ ഇതില്ലേ അറേൻ്റെ ബേസൊക്കെ തീർത്തിട്ട് ജാവയിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അതായത് ഈ ഒരു ബേസ് തീർത്ത് കിട്ടിയാൽ പിന്നെ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ബേസും കൂടി അറേയിൽ സെറ്റ് ആക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ ആദ്യത്തെ ഒരു ഭാഗമല്ലേ, ഡിക്ലറേഷൻ, ഇൻസ്റ്റലേഷൻ, ഇൻസേർഷൻ, ഡിലീഷനും റീപ്ലേസും മർജും സോർട്ടും സെർച്ചും അതൊക്കെ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാതെ അത് റെഫർ ചെയ്തോളാൻ പറയുന്നില്ല. പിന്നെ ഇനി ചെയ്യാനുള്ള ഈ ഒരു ബേസിക് ക്വസ്റ്റ്യൻസ് തന്നെയായത് ബേസിക് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, സം ഓഫ് ഓൾ ഇലമെൻറ്റ്. അറേയിലെ എല്ലാ എലമെൻറ്റിനും സമ്മ് കണ്ടെത്തുന്ന ഒരു ക്വസ്റ്റ്യനാണ് ആദ്യം ചെയ്യാനുള്ളത്. ആദ്യം നമുക്ക് ഇതെടുക്കാം. അറേ ആദ്യം തന്നെ ഡിക്ലെയർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഒരു ഞാൻ AR എന്ന് പറഞ്ഞാൽ അറേനെ ആദ്യം ഡിക്ലെയർ ചെയ്ത് വെക്കാം. ഇവിടെ ഞാൻ 1 2 3 4 5 6 7 8 9 10 11 ലിമിറ്റിലേക്ക് സൈസ് കൊടുക്കുന്ന അത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായത് അറേൻ്റെ സൈസ് കണ്ടെത്തുന്ന ഒരു പരിപാടി. ലിമിറ്റ് ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ സമ്മ് കണ്ടെത്താനല്ലേ, സമ്മ് കണ്ടെത്താൻ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഇത് കോഡ് എന്താണെന്ന് വെച്ചാൽ ഇത് 0 തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു ഓക്കെ. സം കണ്ടെത്താൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു സാധനം, അതായത് സമ്മ് പ്ലസ് ARO I. അതായത് ആദ്യം നമ്മൾ സാധാ ഒരു സമ്മ് കണ്ടെത്തുന്ന ഒരു അടിയുണ്ട്. അത് എങ്ങനെയാണ് കൂടുതൽ, അതായത് ഈ ഒന്നോട്ട് ലിമിറ്റ് വരെ, ഇപ്പം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വാല്യൂ അല്ലേ, അത്രക്കും സാധനം കൂട്ടാൻ വേണ്ടി. അതായത് ഇതൊരു 11 വരെ, 1 തൊട്ട് 11 വരെ കൂട്ടണമെങ്കിൽ അത് അങ്ങനെ ചെയ്യാമെന്ന് ആദ്യം ഞാൻ കാണിച്ചാൽ അത് അങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഈ IM കൊടുത്താൽ മതി. സം പ്ലസ് I ഇതെന്ന് വർക്കാന്ന് വെച്ചാൽ അതിലുള്ള 0 അല്ലേ, ആ 0 ആദ്യം ഇട്ടത് 0 പ്ലസ് I സം, അതായത് സമ്മ് നമ്മൾ അതിൽ 0ലേക്ക് അസൈൻ ചെയ്ത് വെക്കും. ഓക്കെ, ഇങ്ങനെ അസൈൻ ചെയ്ത് വെക്കും സമ്മിനെ 0ലേക്ക്. അപ്പോൾ 0 പ്ലസ് 0 അതെടുത്തിട്ട് സമ്മിലേക്ക് സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഇൻക്രിമെൻ്റ് ചെയ്യും. I പ്ലസ് പ്ലസ് വീണ്ടും ഇവിടെ വരും. സമ്മ് 0 ഇത് 1 ആകുമ്പോൾ 1 സമ്മിലേക്ക് സ്റ്റോർ ചെയ്യും. ഈ റിപ്പീറ്റേഷൻ വീണ്ടും നോക്കിയാൽ I പ്ലസ് പ്ലസ് ആവും. I അപ്പോൾ 2 ആവും. 2 പ്ലസ് സമ്മിൽ ലാസ്റ്റ് ഇവിടുന്ന് സ്റ്റോർ ആകുന്നാലും 1 പ്ലസ് 2 1 പ്ലസ് 2 3 അതിലേക്ക് സ്റ്റോർ ചെയ്യും. ഇങ്ങനെ കൂട്ടി കൂട്ടി പോകുന്ന പരിപാടിയാണിത്. ഇനി നമുക്ക് ഇത് സമ്മ് പ്രിന്റ് ചെയ്ത് പോകാം. ബ്രാക്കറ്റിൻ്റെ ആണല്ലോ, ഈ ഒരു ബ്രാക്കറ്റ് ആവശ്യമില്ല. 55 യെസ്, അത് ശരിയായിരുന്നു. ഇതൊക്കെ കൂട്ടിയാൽ 60, 10 ഇത് ആ 1 കൂട്ടിയ 10 20, ഇത് 2 കൂട്ടിയ 30, ഇത് 2 കൂട്ടിയ 40, ഇത് 2 കൂട്ടിയ 50 55.
ഇതിന് സമ്മ കണ്ടെത്തുമ്പോൾ ഒരു ഇക്വേഷൻ ഉണ്ട്, അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ മതി. എൻ ടേംസിൻ്റെ സമ്മ കണ്ടെത്തുന്ന പരിപാടി എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ഇനി ഇത് വർക്കാകുന്നുണ്ടോ നോക്കാം. എന്ന് വെച്ചാൽ ഇത് ഒന്ന് തൊട്ടിട്ടുള്ള സമ്മയിൽ ഇപ്പം കണ്ടെത്തും. 1 11 ഇൻറ്റു 11 പ്ലസ് 1 12. 1 തൊട്ടിട്ട് കൊടുത്താലും ഒന്നും മാറ്റമില്ല. 1 കൊടുത്താൽ ഇത് 1 തൊട്ടിട്ട് ആ എൻ വരെയുള്ള സമ്മ ഇത് കണ്ടെത്തുക. എൻ വെച്ചാൽ ഇവിടെ ലിമിറ്റ് ഞാൻ കൊടുത്തിട്ടുള്ള ഒരു വാല്യൂ, ഈ അതിൻ്റെ ഇക്വേഷനാണ് ഇത്. എൻ ഇൻറ്റു എൻ പ്ലസ് 1/2. ഇവിടെ എൻ വെച്ചാൽ 11 അല്ലേ, 11 ഇൻറ്റു ബ്രാക്കറ്റിൽ വരെ 12. ഇത് 2 ഇൻറ്റു ചെയ്താൽ ഇത് 2 ഇൻറ്റു ചെയ്താൽ നിങ്ങൾക്ക് കിട്ടിയത് 132. ഇത് ഡിവൈഡഡ് ബൈ 2 ഇത് ചെയ്താൽ കിട്ടുക 66. ഉണ്ടോ? സെയിം ആൻസർ അല്ലേ പ്രിൻ്റ് ആയിട്ടുള്ള 66. ഈ ഒരു ഇക്വേഷനും വിട്ടാൽ കറക്റ്റായിട്ട് ഇത് എന്നിൻ്റെ എൻ ടേംസിൻ്റെ സം കണ്ടെത്തുന്ന ഇക്വേഷനാണ്. ഇത് മാത്സ് പഠിക്കുന്നത് +2. ഇപ്പോൾ ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ഇട്ടാൽ സം കണ്ടെത്താൻ ഒന്നോട്ടൊരു എത്ര വരികയെന്ന് വെച്ചാൽ അതിൻ്റെ സം കണ്ടെത്തുന്ന ഒരു പരിപാടി. ഇത് ഈ ഒരു സാധനത്തിന് നമുക്ക് മാറ്റി ചെയ്ത ഒരു രീതിയും കൂടി ഉണ്ട്. അതായത് സം പ്ലസ് അല്ലേ ചെയ്യുന്നു, പ്ലസ് ഈക്വൽ ടു ഐ എന്ന് കൊടുത്താൽ ഇത് രണ്ടും ഒരേപോലെ തന്നെ വർക്ക് ചെയ്യും. അതിൻ്റെ വർക്കിംഗ് മനസ്സിലാണെങ്കിൽ എന്താ 66 തന്നെ. അതായത് വണ്ടിക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. 5 പ്ലസ് 1 കൊടുക്കാം. ഓക്കെ, 28. ഇത് സെയിം വർക്കിങ്ങോ ഇതും ഇതിൻ്റെ എവിടെ നേരത്തെ പോയി ഇതിൻ്റെ രണ്ടിനും വർക്ക് സെയിമാണ്. ഇനി ഇവിടെ മൈനസ് ആണ് വേണ്ടെങ്കിൽ നമ്മളിവിടെ മൈനസ് ആക്കി കൊടുത്താൽ ഇത് എന്ന് വായിക്കാന്ന് വെച്ചാൽ സം ഈസ് ഈക്വൽ ടു സം പ്ലസ് ഐ ആണ് ഇങ്ങനെ ഒരു ചെയ്യുന്ന പരിപാടി. ഇവിടെ ഡിവൈഡ് കൊടുക്കുക, ഇൻറ്റു കൊടുക്കുക, എന്തുവേണ്ടി കൊടുക്കാം. നമുക്ക് ആൽഫകൾ കൊടുക്കാം. ഇനി നമുക്ക് അറേൻ്റെ സം അല്ലാണ്ട് എന്താ അറേൻ്റെ സമ്മാണെങ്കിൽ അറേൻ്റെ നെയിം കൊടുക്കുക, ഈ അറേൻ്റെ സമ്മ് ഇവിടെ കണ്ടെത്തും. ഇത് നേരത്തെ കണ്ടെത്തി തന്നെയാണ്. ഇനിയാണെങ്കിൽ പേരായിട്ട് അതിന് കൊടുക്കുക സം. ഓക്കെ, 65. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഏതെന്ന് പറയാം, വാല്യൂ പ്രിന്റ്. ഇനി അടുത്ത പ്രിന്റ് ചെയ്യാനാണ് പറയാം. ഈവൻ നമ്പേഴ്സിനെ മാത്രമായിട്ട് പ്രിന്റ് ചെയ്യാൻ. അത് അതിൻ്റെ കോഡ് നോക്കാം. അതിൻ്റെ കോഡ് ഇതിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ ഒരു സാധനം മാറ്റണം. എന്നിട്ട് ഈഫ് കണ്ടീഷൻ കൊടുക്കണം. അവർക്ക് നേരത്തെ മിസ്റ്റേക്ക് ഉണ്ട്, 0 ഇട്ടിട്ട് അതുകൊണ്ട് സമയം. ഓക്കെ, അത് ജസ്റ്റ് അതായത് ഒരു 0 ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ലിമിറ്റ് വരെ പോകണ്ട, അതിന് മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, 66. ഇനി നമുക്ക് ഈവൻ നമ്പേഴ്സിനെ മാത്രം പ്രിന്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അടുത്തുള്ളത്. അതിന് കണ്ടീഷനാണ് തുടങ്ങി. ഇഫ് ഈവൺ അല്ലേ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞത്, ആർ ഓഫ് അത്
അറയിലുള്ള ഈ മോഡ് ഇവിടെ മോഡാണ് ഉപയോഗിക്കുക. മോഡ് ഈക്വൽ ടു 0 ഇതെന്ന് വെച്ച് ഈവൻ നമ്പർ ആയിരിക്കും. ഇനി ഈ ഒരു പ്രിൻ്റ് ഓഫ് ഞാൻ അടുത്ത് മേലെ വെക്കുന്നുണ്ട്. ജസ്റ്റ് പ്രിൻ്റ് ഉണ്ടാക്കുക. %d ഒരു സ്പേസും കൊടുത്തിട്ട് AR of I and പ്രിൻ്റ് ആയിക്കോളും ഈവൻ നമ്പേഴ്സ്. ഓക്കെ, ഈ മോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതായത് നമ്മൾ ഒരു 20 ÷ 6 ചെയ്യുന്നത് വെച്ചാൽ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹരിക്കുമ്പോൾ റിമൈൻഡർ വരൂലേ, അതായത് നമ്മൾ മേലെ പോയിന്റ് ഒക്കെ ഇടുന്നതിന് മുമ്പ് റിമൈൻഡർ ബാക്കി വരൂലേ, അതിനെയാണ് ഈ മോഡ് ഉപയോഗിക്കുന്നത്. അതായത് 6 mod 2 ഇത് മോഡ് 6 എന്ന് വെച്ചാൽ 20 mod 6 എന്ന് വെച്ചാൽ 18 നമുക്ക് ഫുള്ളായിട്ട് ഡിവൈഡ് ചെയ്യാം, ബാക്കി 2 ആ 2 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇവിടെ മോഡ് 2 അല്ലേ ഉള്ളത്, ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ 2 ഡിവൈഡ് ചെയ്യും, അതായത് ഈക്വൽ ടു 0 വരും, അല്ലാതെ അതിനൊക്കെ 1 വരും. അവർ വരെ ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഇവിടെ പ്രിൻ്റ് ചെയ്യൂ, എൽസ് ചെയ്യാനൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. ഇനി ഈവൻ നമ്പർ കൂടി വേണ്ടിക്കൽ ഈ എൽസ് കണ്ടീഷൻ്റെ അത് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഈവൻ നമ്പറും പ്രിൻ്റ് ആവും. ഇപ്പോൾ അല്ല, ഈവനുള്ള കൂടിയ നമ്പറും പ്രിൻ്റ് ആവും. ഇപ്പം നമുക്ക് ഈവൻ നമ്പറിൻ്റെ പ്രിൻ്റ് ചെയ്യുന്ന പോലെ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വന്നിട്ടില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ സം ഓഫ് ഈവൻ നമ്പറിൻ്റെ സമ്മ് കാണാനാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. ഓക്കെ, സമ്മ് ഇത് ജസ്റ്റ് ഈ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ സം അസൈൻ സം പ്ലസ് AR of I എന്നിട്ട് ജസ്റ്റ് ഈ ഒരു സാധനം കട്ട് ചെയ്തെടുക്കുക. Sum of all element in an array. The percentage be കൊടുക്കുക, കൊടുക്കുക. ഈ നമ്പേഴ്സിൻ്റെ സമ്മ് പ്രിൻ്റ് ആയിക്കോളും. ഈവൻ നമ്പറിൻ്റെ സമ്മ് 30 എന്നാവുന്നതല്ല, നമുക്ക് ചെയ്തൊക്കെ 2 10 12 12 8 20 പിന്നെ 30. യെസ്, കറക്റ്റാണ്. ഓക്കെ, ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മുണ്ട് ഇത് കോഡ്. ഇനി എടുത്തിട്ടുള്ളത് ഈവൻ നമ്പേഴ്സിൻ്റെ കൗണ്ട് എത്രയാണ് പ്രിൻ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇത് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ സമ്മൊന്നല്ല വേണ്ട, ഞാൻ കൊടുക്കുന്നൊരു കാര്യമുള്ള കൗണ്ട് മാർക്കിൽ കൗണ്ട് പ്ലസ് മാർക്ക് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ആദ്യമുള്ള ഡിക്ലെയർ കൊടുക്കേണ്ടതുണ്ട്. കൗണ്ട് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് അത് ആയാലും ഡിക്ലെയർ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് സമ്മല്ല കൗണ്ട് ഓഫ് ഓൾ ഈവൻ നമ്പർ എലമെന്റ് ഇൻ നമ്പർ എന്നിട്ട് കൗണ്ട് പ്രിന്റ് ചെയ്യുക.
ഇവിടെ ഇപ്പോൾ നടക്കുക ഈ സമ്മിലിപ്പോൾ നടക്കുക എന്താണെന്ന് വെച്ചാൽ ഓരോ വാല്യൂസ് ആയിട്ട് അതായത് സം ഇവിടെ സം ഓഫ് ഓൾ എലമെൻ്റ് നടക്കുക. കാരണം ഇവിടെ ഞാൻ ബ്രാക്കറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ ഈ ഇഫ് കണ്ടീഷനിൽ ഒറ്റ ഒരു ലൈന് മാത്രമാണ് വർക്കാകുക. അതായത് ഒരു ലൈന് മാത്രമേ എൻ്റെ ബോർഡിലുള്ളെങ്കിൽ ഞാൻ ഇഫിന് ബ്രാക്കറ്റ് ഇടാറില്ല. അതായത് ബോഡി പോലത്തെ ബ്രാക്കറ്റ് കർലി ബ്രാക്കറ്റ് അത് ഞാൻ ഇടാറില്ല. ഞാൻ ജസ്റ്റ് കൊടുക്കാറ്. ഇവിടെ ഞാൻ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. കൗണ്ട് 5 എന്നാണ് കാണിക്കുക. നമ്പർ 1 2 3 4 5 ജസ്റ്റ് മാറ്റി കൊടുത്തോളാം. അങ്ങോട്ട് കുറച്ചിട്ട് ഓക്കെ അല്ലേ 6. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പം നമ്മൾ കൗണ്ട് ആണ് ചെയ്യുക. ഇനി നമ്മളുടെ ആവറേജ് ഓഫ് എലമെൻറ്റ് ഈവൺ ഈ വാല്യൂവിൻ്റെ ആവറേജ് കണ്ടെത്താനാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വേറെ ചില പരിപാടിയൊക്കെ ഉണ്ട്. അതായത് കൗണ്ട് കണ്ടെത്തി കൗണ്ടിൻ്റെ ആവശ്യം അവിടെയുണ്ട്. ഈ ആവറേജ് എന്ന് വെച്ചാൽ അതായത് ഈ ആവറേജ് എന്താണെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇവൻ നമ്പറിൻ്റെ ആവറേജ് അല്ല ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ഈ ആവറേജ് എന്ന് വെച്ചാൽ സം ഡിവൈഡഡ് ബൈ ഈ ഇവൻ നമ്പറിൻ്റെ ആവറേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ നമ്പേഴ്സിൻ്റെ സമ്മ് ഡിവൈഡഡ് ബൈ എത്ര ഇവൻ നമ്പേഴ്സ് ഉണ്ട് ആ കൗണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അതായത് സമ്മ് ഇവൻ നമ്പേഴ്സിൻ്റെ സമ്മ് എത്രയാവും അവരുടെ സമ്മോ ആ എത്ര സംഖ്യകൾ നമ്മൾ ആഡ് ചെയ്യുമോ അതിൻ്റെ കൗണ്ട്. അതായത് ഇതൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ ഇതിൻ്റെ ഇവൻ നമ്പേഴ്സ് എന്ന് വെച്ചാൽ 2 + 4 അല്ലേ. ഇതിനകത്തുള്ള ഇവൻ നമ്പർ ഡിവൈഡഡ് ബൈ 2. ഇനി ഇവിടെ നമ്മൾ 6 10 ആയിട്ടുണ്ടെങ്കിൽ അതും കൂടി നമ്മളിവിടെ കൂട്ടണം. എന്നിട്ട് ഇവിടെ 3 ആയിട്ട് മാറും. മനസ്സിലായില്ലേ? 3 വാല്യൂസ് എത്ര എണ്ണത്തിൻ്റെ സംഭാവന കണ്ടെത്തുന്നു അത് വെച്ച് തന്നെ ഡിവൈഡ് എത്ര അതിൻ്റെ കൗണ്ട് വെച്ച് ഡിവൈഡ് ചെയ്യുന്ന പരിപാടിയാണ് ആവറേജ്. ഇത്രയും മനസ്സിലാക്കേണ്ട. അപ്പോൾ നമ്മൾക്ക് ഇവിടെ സമ്മും വേണം കൗണ്ടും വേണം. അപ്പോൾ സമ്മിൻ്റെ കൂടി ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. സമ്മ് കിട്ടി കൗണ്ട് കിട്ടി. ഇനി ഇവിടെ കൊടുത്താൽ മതി. എനിക്കിത് പുറത്ത് നമുക്ക് ഡിവൈഡ് ചെയ്ത് ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കൊടുത്താൽ മതി. സം പെർസെൻറ്റേജ് ഡിവൈഡ് എന്നിട്ട് കൗണ്ടല്ല ആവറേജ് ഓഫ് ആവറേജ് 7 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാനാണെങ്കിൽ നേരത്തെ നമുക്ക് സം എത്രയായിട്ട് 30 അല്ല ഇവിടെ സമ്മ് മാത്രമായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കറക്റ്റായിട്ട് സമ്മ് 42 ഇവിടെ നേരത്തെ വന്ന ഈ 6 42/6 7 കറക്റ്റാണ്. ഓക്കെ. എനിക്ക് കൂടി നോക്കാം. ഇപ്പോൾ 6 കാണിക്കണം. പക്ഷെ പോയിന്റ് വാല്യൂ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് പുതിയൊരു വാല്യൂ ഉണ്ടാകും. ഇത് ജസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നു. ശരിയാവുന്നില്ല. യെസ് വർക്കായിട്ടുണ്ട്. ഫ്ലോട്ട് വാല്യൂ അതായത് ഡെസിമൽ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പരിപാടി ഇത്. അതായത് കണ്ട ഈ ഒരു പരിപാടി ഫ്ലോട്ട് ഡിവൈഡഡ് ബൈ ഈ ഒരു കോഡ് പഠിച്ച് വെച്ചാൽ മതി. സം ഡിവൈഡ് ബൈ കൗണ്ട്
ഫ്ലോട്ട് ഓഫ് എന്ന് കൊടുക്കുക. ഇത് ഫ്ലോട്ടിൽ ആവറേജ് എന്നിട്ട് ഡിക്ലെയർ ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് ഹൈ ഈവൻ നമ്പേഴ്സിൻ്റെ ആവറേജ് ആണ് ഇപ്പോൾ കാണിച്ചത്. ഇനി നമുക്ക് ഈ ആവറേജ് ഓഫ് എല്ലാ വാല്യൂൻ്റെ ആവറേജ് കണ്ടെത്താൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയുക. ഓക്കെ, ഇവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. ഓൾ സം ഓഫ് ഓൾ 11 ഇൻ ആർ. അതിൻ്റെ ആവറേജ് ആണ് ഇവിടെ ഇവൺ അല്ല 11. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോഡും കൂടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത് എടുത്തുണ്ടെങ്കിൽ ചെയ്ത് പ്രിൻ്റ് ഓഡ് എലമെൻറ്റ് അത് നേരത്തെ ചെയ്ത അതേകൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അത് ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ കിട്ടാമെന്ന് പറയുന്നത്. 1 എന്ന് കൊടുത്താൽ മതി. വേറെ രീതിയിൽ കൂടി കൊടുക്കാം. അപ്പം ഞാൻ ഈ ഓർഡറൊന്നും നോക്കുന്നില്ല, ജസ്റ്റ് പ്രിൻ്റ് ചെയ്ത് കാണിച്ചു തരുന്നു. ഓക്കെ, ഇടാം. ബോഡി ലെവൻ്റ് പ്രിൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ വേറൊരു കണ്ടീഷൻ നമുക്ക് കൊടുക്കാം. നോട്ട് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. നോട്ട് ഈക്വൽ ടു ഇത് ആവശ്യം വരുന്ന കണ്ടീഷനാണ്. നോട്ട് ഈക്വൽ ടു ഓക്കെ, സെയിം റിസൾട്ട്. ഇനി നമുക്ക് സമ്മ കണ്ട പരിപാടി ക്വസ്റ്റ്യൻ ഒരു വാല്യൂസിൻ്റെ സമ്മ കണ്ടെത്താൻ സമ്മ ഈ രീതിയിൽ കൊടുക്കാൻ ഞാൻ നേരത്തെ നോക്കിയിട്ടില്ലേ? വന്നിട്ടുണ്ട്. നമ്പേഴ്സിൻ്റെ ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മാണ് 36 എന്ന് പറയുന്നത്. ഈ കൂട്ടി നോക്കാനാണെങ്കിൽ 1 ഇവിടെ 9 ഉണ്ടാകും 10. ഓക്കെ, 10ആയി. ഇതും കൂട്ടിയാൽ 20. ഓക്കെ അല്ലേ? 20, 27, 30, 35, 36. ഓക്കെ, സമ്മ കറക്റ്റാണ്. ഇനി കൗണ്ടും കൂടി കാണിക്കാൻ ഞാൻ ഇതിൽ തന്നെ കൊടുക്കുന്നുണ്ട്. കാരണം അടുത്ത ക്വസ്റ്റ്യനായിട്ട് ആവറേജ് എന്ന് വരും. കൗണ്ട് പ്ലസ് ജസ്റ്റ് കൗണ്ട് പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. ഓക്കെ, 6 ലാൻഡ് 1 2 3 4 5 6. യെസ്, ശരിയാണ്. ഇനി ആവറേജ് ഇവിടെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. വേറെ ആവറേജിൽ തന്നെ സമ്മും കണ്ടെത്തി കൗണ്ടും കണ്ടെത്തി ഇവിടെ ഇപ്പോൾ ആവറേജ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ 45 ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്ത 6.00 വഴിക്കാണ് മാറ്റം ഡിഗ്രി നമുക്ക് 1 കൊടുത്തോളാം. ഓക്കെ, വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫിൽ ചെയ്യാനായിട്ടുള്ള നോക്കാം. നമ്മൾ കൗണ്ടും കണ്ടെത്തി ആവറേജും കണ്ടെത്തി
ഇനി നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ള ഈ പ്രൈം നമ്പറിനെ പ്രിൻ്റ് ചെയ്യുന്ന പരിപാടി. ഈ പ്രൈം നമ്പറാണ് അത്യാവശ്യം ചെയ്യാനായിട്ടുള്ള പരിപാടി. ഇവിടെ നമ്മൾ പ്രൈം നമ്പറിന് വേറെ തന്നെ ഇതുപോലെ ചെയ്യാൻ നോക്കിയാറൊക്കെ ഇതിന് വേറൊരു കോഡുണ്ട്. ഈ പ്രൈം നമ്പർ എന്നാണ് ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇതൊക്കെയാണ് പ്രൈം നമ്പർ എന്ന് പറയും. അതായത് ഒരേ ഒരു ഈവൻ പ്രൈം നമ്പർ ഇതിൻ്റെ അകത്തുള്ളൂ. ഇതിൻ്റെ അകത്ത് നല്ല എത്ര നമ്പർ ചെയ്താലുള്ളൂ. അതായത് പ്രൈം നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന 2 തൊട്ടിട്ടാണ്. ഫസ്റ്റ് ഈവൻ നമ്പറും 2 ആണ്. ഫസ്റ്റ് പ്രൈം നമ്പറും 2 തന്നെയാണ്. ഈ പ്രൈം നമ്പർ എന്താണെന്ന് വെച്ചാൽ ഒരു നമ്മൾ ഈ എടുത്ത വാല്യൂ 1 കൊണ്ടോ പിന്നെ ആ ഒരു വാല്യൂ കൊണ്ടോ, അതായത് ഇപ്പോൾ 1 കൊണ്ടോ 3 കൊണ്ടോ മാത്രമേ ഈ ഒരു 3നെ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. അതുപോലെ ഈ 5 ഉണ്ട്, ഈ 5നെ കൊണ്ടോ അല്ല 3നെ കൊണ്ടോ മാത്രമേ ഈ 5നെ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. ഈ 7 എടുത്താൽ 7 അല്ലെങ്കിൽ 3 ഇത് രണ്ട് വെച്ചിട്ട് ഇതിനെ പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു വാല്യൂസിനാണ് പ്രൈം നമ്പർ എന്ന് പറയുന്നത്. അതായത് 1 ഓർ ഇറ്റ്സെൽഫ് വെച്ചിട്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, പ്രൈം നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന 2 തൊട്ടിട്ടാണ് പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ ഇതാണ് ചെക്ക് ചെയ്യുന്നത്. +2 ആണോ ചെക്ക് ചെയ്യും. +2 ആണെങ്കിൽ പിന്നെ നമ്മൾ താഴോട്ടേക്ക് കടത്തി വന്ന് പറ്റില്ല. കണ്ടിന്യൂ ഇതിലൊന്നും നടക്കാന്ന് വെച്ചാൽ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയിട്ട് വരുന്ന സമയത്ത് ഇവിടുന്ന് നേരെ മേലോട്ടേക്ക് പോകും, ഇൻക്രിമെൻ്റ് ചെയ്യും. അതായത് ഇവിടുന്ന് നേരെ മേലോട്ടേക്ക് പോകും, താഴെയുള്ള ബോർഡിലേക്കൊന്നും റൺ ചെയ്യാൻ വിടില്ല. ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയിട്ടുള്ള കഴിഞ്ഞാൽ നേരെ ഇതിലേക്ക് കിട്ടി ഇൻക്രിമെൻ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് അറിയാൻ. ഇനി അടുത്ത ഒരു ഫ്ലാഗ് അസൈൻ ചെയ്യുന്നുണ്ട്. ഫ്ലാഗ് ഞാൻ കൊടുക്കുന്ന വാല്യൂ 0 ആണ്. ഞാൻ അത് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഫോർ ലൂപ്പ് സ്റ്റാർട്ട് i equal to v അല്ല, i equal to 2 തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു AR of I divided by 2. ഇൻക്രിമെന്റ് if ഒരു കണ്ടീഷൻ AR of I mod 2 equal to 0 ആണെങ്കിൽ, അതായത് ഒരു 2 അല്ല സൈൻ 0 ആണെങ്കിൽ ഒരു ഫ്ലാഗ് ഈക്വൽ ടു 1 ആണ്. നമുക്ക് ഈ ഒരു കോഡ് ബ്രേക്ക് ചെയ്ത് പോകും. ഈ ബ്രേക്ക് എന്നതിന് വർക്കാന്ന് വെച്ചാൽ ഈ കണ്ടീഷൻ ട്രൂ ആയിട്ടുള്ളത് വന്നിട്ട് ഫ്ലാഗ് അസൈൻ 1 ആക്കിയിട്ട് ഇവിടെ ബ്രേക്ക് ചെയ്യും. അതായത് ഈ ഒരു ഫോർ ലൂപ്പിൽ ഈ ഒരു ഫോർ ലൂപ്പ് ഫുള്ളായിട്ട് പൊട്ടിച്ചിട്ട് പുറത്തേക്ക് വരും. അതാണ് നടക്കുന്നത്. ഇനി ഈ കണ്ടീഷനകത്ത് ഫ്ലാഗ് ഈ ഒരു കണ്ടീഷൻ ട്രൂ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വാല്യൂനെ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ AR5/2 കൊടുക്കാൻ കാരണം 2നെ കൊണ്ട് എന്തായാലും 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയിട്ട് ഉള്ളിലേക്ക് അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് AR5/2 കൊടുത്തത്. ഈ ഒരു കണ്ടീഷൻ വർദ്ധിച്ചാൽ മതി. അതിൻ്റെ ഒരു പകുതി, അതായത് 2 ആണെങ്കിൽ 1 അത്രക്കും വരെ ഇത് വരത്തുള്ളൂ.
അപ്പോൾ J1 വരെ വരും. ഈ ഒരു ഇത് IR(i) ഇത് 2 ആണെന്ന് വിചാരിക്കും. 2 ആണെങ്കിൽ 2 തൊട്ടിട്ട് 1 വരെ ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആയിട്ട് പുറത്തേക്ക് ആദ്യം എഴുതുന്നു പോകും. അപ്പോൾ പുറത്തേക്ക് എഴുതുന്ന ഈ ഉള്ളിലേക്ക് എഴുതുന്ന വാല്യൂ ഒരു പ്രൈം നമ്പർ അല്ല. ഈ ഒരു കണ്ടീഷൻ പോയിട്ട് ഉള്ളിലേക്ക് വരുന്ന വാല്യൂ ഒരു പ്രൈം അല്ല, ഫ്ലാഗ് അസൈൻ വന്നു. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഫ്ലാഗ് ഈക്വൽ ടു 0 ആയതിനാണ് നമുക്ക് ആവശ്യം. നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. ഇതിലത്തെ വാല്യൂസ് നോക്കുമ്പോൾ 2 ഒരു പ്രൈമാണ്, 3 ഒരു പ്രൈമാണ്, 5 ഒരു പ്രൈമാണ്, 7 പ്രൈമാണ്, 11 പ്രൈമാണ്, 2 പ്രൈമാണ്. ഓക്കെ, ഈ ഒരു കോഡ് ഇവിടെ തീർച്ചയാണ് കുഴപ്പമില്ല വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് പ്രൈം നമ്പറിനെ കണ്ടെത്തുന്ന കോഡ്. പ്രൈം നമ്പർ പ്രിന്റ് ചെയ്യുന്ന കോഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഈ ഒരു മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് IR(5/2) വരെ പ്രിന്റ് ചെയ്യണം. ഈക്വൽ ടു മറക്കണ്ട എടുത്ത്. പിന്നെ ഇതും ഈ ഒരു കണ്ടീഷനും മറക്കണ്ട. ഓക്കെ, ഇതിലാണ് തോന്നുന്നു. ഇനി ഇത് ഒരു ജസ്റ്റ് എക്സാമ്പിൾ ചെയ്യണമെങ്കിൽ ഈ 2 എടുക്കും. ഈ ഒരു 2 ആകുന്ന കണ്ടീഷൻ വെച്ച് നോക്കി, ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആയിട്ടാണ് ഇടുന്ന പോകുന്നത്. ഓക്കെ, 2 ആകുന്ന ടൈമിൽ JSN 2 തൊട്ടിട്ടില്ല കിട്ടുന്നു. 2 ≤ 1 എന്നാണ് ഈ 2 വരുന്ന സമയത്ത് നടക്കുക. അപ്പോൾ അത് ഫോൾസ് ആയിട്ടാണ്. ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ടാണ് ഈ ലൂപ്പിലേക്ക് കിടക്കാണ്ട് പുറത്തേക്ക് പോകും. ഇനി 5 എടുത്തോളൂ. 5/2 അതായത് 2 തൊട്ട് 2 വരെ ഈ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് ഉള്ളിൽ. ഇനി 5 മോഡ് 5 മോഡ് എത്ര വരെ ചെയ്യും? J5/2 2 വരെ അല്ലോ. അപ്പോൾ 5 മോഡ് 2 വരെ വരിക, 2 തൊട്ട് 2 വരെ. ബട്ട് ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട് ഈ ഒരു ലൂപ്പിലേക്ക് വരില്ല. ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ ഈ ഒരു ലൂപ്പിൽ നിന്ന് അപ്പോൾ എക്സിറ്റ് ആയിട്ട് ഇത് ചെയ്യും. ആ ഒരു വിധത്തിൻ്റെ വർക്കിംഗ്. ഓക്കെ, പ്രൈം നമ്പറിന് പ്രിന്റ് ചെയ്യുന്ന കോഡ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ടുള്ള പ്രൈം നമ്പറിൻ്റെ കൗണ്ട് കാണുന്ന പരിപാടി. അത് ഇപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കൗണ്ടൊക്കെ ഡിക്ലെയർ ചെയ്തതല്ല. പ്രിന്റ് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ പ്രിന്റ് ആകും. നേരത്തെ നണ്ണ് പറഞ്ഞ കാണിച്ച അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൗണ്ടിൽ 0 ഇല്ലല്ലോ. ഈ ഒരു സാധനം ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് നേരത്തെ നണ്ണ് കാണിച്ചത്. ഇപ്പോൾ ലേബിൾ കാണിച്ച് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പെർസെൻറ്റേജ് ചെയ്യാറുണ്ട്. ഡബ്ല്യു ഓക്കെ, 6 പ്രൈം നമ്പർ ഇല്ലാത്ത 6 നമ്മൾ നോക്കിയപ്പോൾ 6 ഉണ്ടായിരുന്നു പ്രിന്റ് ചെയ്തപ്പോൾ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സമ്മ് കണ്ടെത്താൻ ചെയ്യും. സമ്മ് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് സം പ്ലസ് AR(i) നടക്കാം. സം 30. ഇനി കൗണ്ട് ആവറേജ് അടുത്ത ക്വസ്റ്റ്യനിലുള്ള ആവറേജ് ഇരിക്കും. കൗണ്ട് കണ്ടെത്തി, സമ്മ് കണ്ടെത്തി, ആവറേജ് കൗണ്ട് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ
ഇനി ആവറേജും കൂടി ബാക്കിയുള്ള ഈ സെലക്ട് ചെയ്ത ക്വസ്റ്റ്യനകത്ത് ഇനി ആവറേജ് ഇപ്പം നമ്മൾ ആവറേജ് പ്രിൻ്റ് ചെയ്ത തന്നെയായിരിക്കും കാണിക്കണം. പെർസെൻറ്റേജ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ കൊടുക്കാം 2.25. ഈ ഒരു ആൻസർ തെറ്റായിരിക്കും. കൗണ്ട് വെറുതെ പ്ലസ് ആയിട്ട് പോവുകയും ചെയ്യുക. ഈഫ് കണ്ടീഷൻ ട്രൂ ആകുമ്പോഴല്ല ഈ ഒരു ഉള്ളിലേക്ക് ലൂപ്പിലേക്ക് ഈഫ് കണ്ടീഷനിലേക്ക് പോകാം. അതുകൊണ്ട് വെറുതെ ഇത് പ്ലസ് ആയിട്ട് പോകുന്നതിലേക്ക് നടക്കുക. ഇനി നമുക്ക് സിസ്റ്റം നോക്കാം. 5 അത് നേരത്തെ ഒരു 6 വാല്യൂ 30 കൊല്ലിരുന്ന സംഭവം 30/6 5 ട്രൂ ആണ്. ഇനി നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി കൂടും. പ്രൈമല്ലേ? യെസ്, ഫ്ലോട്ട് വർക്ക്. അപ്പോൾ പ്രൈം നമ്പർ കണ്ടെത്തുന്നത് മനസ്സിലാക്കണമല്ലോ. ഈ AR(i) <2) ഒന്നും പ്രൈം നമ്പർ അല്ല. അതുകൊണ്ട് ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയിട്ട് വരുമ്പോൾ കണ്ടിന്യൂ ചെയ്ത് I++ ആയിട്ട് പോകും. ഒരു ഫ്ലാഗ് 0 ഫസ്റ്റ് സെറ്റ് ചെയ്ത് വെക്കണം. കാരണം ഓരോ ലൂപ്പ് വർക്കായിട്ട് വരുമ്പോൾ ഒരു ഈ ഫ്ലാഗ് 1 ആയിട്ടുണ്ടെങ്കിൽ 0ലേക്ക് അസൈൻ ചെയ്ത് വെക്കാനാണ് ഈ ഒരു പരിപാടി. ഇവിടെ ഇന്ത്യ കൊടുക്കേണ്ട ആവശ്യമില്ല. വേണ്ടിക്ക് നമുക്ക് ഇത് മുമ്പേ ഡിക്ലെയർ ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ അങ്ങനെ തന്നെ ചെയ്യുന്നതാണ്. പിന്നെ ഈ 2 തൊട്ടിട്ടാണ് പറയുന്നത്. കാരണം ഇവിടെ 2നെ ചെറുതൊക്കെ നമ്മളിവിടെ ചെക്ക് ചെയ്ത് പോക്കിയിട്ടുണ്ട്. 2 തൊട്ടിട്ട് AR(i)/2 AR(i) വെച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ അത് ഡിവൈഡായി പോകും. എല്ലാ വാല്യൂസും ഫ്ലാഗ് 1 അടിക്കും. നമുക്കൊരു വാല്യൂ പോലും പ്രിൻ്റ് ആയിട്ട് കിട്ടില്ല. ഇവിടെ AR(i)/2 വരെ വരാവും. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ഇത് ചെയ്താൽ സെറ്റായി പോകും. ഓക്കെ, ഈ ലോജിക്ക് സെറ്റായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഇതോടുകൂടി അറേൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത അറേൻ്റെ വീഡിയോൻ്റെ അകത്ത് യൂണിറ്റ് നമ്പേഴ്സും അതൊക്കെ ഒക്കെ ഉണ്ട്. ഇനി പിന്നെ ജാവ അത്ര കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ള കാര്യമല്ല. അത് തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റുന്ന സാധനങ്ങൾ വേറെ അല്ല ജാവ. അപ്പോൾ നാളെ രാവിലെ കാണാം. രാവിലെ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. ലൈക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കുറിച്ചോ. ഓക്കെ, ബൈ.